സംഗീത സംവിധായകൻ ശ്രീ ഗോപി സുന്ദർ. ശ്രീ ഗോപി സുന്ദർ, എങ്ങനെയാണ് താങ്കൾ ജയേന്ദ്രൻ എന്ന ഗായകനെ ഓർക്കുന്നത്? ആ ഗായകൻ ഒരു കർക്കശക്കാരനായിരുന്ന ഗായകനായിരുന്നു എന്ന് അടുപ്പമുള്ളവർ പറയാറുണ്ട്. അദ്ദേഹം പാടുന്ന പാട്ടിനോടുള്ള ആത്മാർത്ഥത, ആ വരികളോടുള്ള ആത്മാർത്ഥത, ഭാവത്തോടുള്ള ആത്മാർത്ഥത, അത് 100% പ്രകടിപ്പിച്ച ഒരു ഗായകനായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് വിഷമമുണ്ട്. ഞാൻ ഇപ്പോഴാണ് ന്യൂസ് അറിഞ്ഞത്. ഒരുപാട് വിഷമമുണ്ട്. ജേട്ടൻ അങ്ങനെ ഒരു കർക്കശക്കാരനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ പറയാ, ഭയങ്കര സോൾഫുൾ സിംഗിങ് ആണ്. ജേട്ടനായിട്ടുള്ള അനുഭവങ്ങൾ, ജേട്ടന്റെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ. അദ്ദേഹം വരുമ്പോഴും പാടുമ്പോഴെല്ലാം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജേട്ടനായിട്ടുള്ള മുഹൂർത്തങ്ങൾ എന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ട്. അദ്ദേഹം സ്റ്റുഡിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡിയോയുടെ എനർജി തന്നെ വേറൊരു തലത്തിലോട്ട് എത്തും. നമ്മളെപ്പോലെ തന്നെ എല്ലാ ചെറുപ്പക്കാരുടെ കൂടെയും ഭയങ്കര വൈബടിച്ച് സിംഗ് ചെയ്ത് ഭയങ്കര രസമായിട്ട് ഒരുപാട് തമാശകൾ പറയും, ഒരുപാട് സലിൽ ദായുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ഒരുപാട് ഓർമ്മകളുണ്ട്. പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. ഓലഞ്ഞാലിക്കുരുവി എന്ന് പറഞ്ഞ ഗാനത്തിലൂടെയാണ് ചേട്ടനെ എനിക്ക് ആദ്യമായിട്ട് പാടുന്നത്. അത് ഹിറ്റാവുകയും ചെയ്തല്ലോ. തീർച്ചയായിട്ടും അത് ജേട്ടന്റെ എന്താ പറയാ, ജേട്ടന്റെ സിംഗിങ് ആണ് ആ പാട്ട് അത്രയും പ്രേക്ഷകരിലോട്ട് എത്തിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. ഗോപി സുന്ദർ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് ഈ കാലത്ത് പ്രണയഗാനങ്ങൾ പാടാൻ ഈ പ്രായത്തിലുള്ള ഗായകൻ മതി എന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത് എന്താണ്? അത് ജേട്ടന്റെ വോയിസ് എന്താ പറയാ, ഒരു ഇപ്പൊ ഏതൊരു യങ് ആയിട്ടുള്ള ആൾക്കും ചേരുന്ന വോയിസ് ആണ് അദ്ദേഹത്തിന്റെ. അതെ, മാത്രമല്ല ഓലഞ്ഞാലിക്കുരുവി ചെയ്യുന്ന സമയത്ത് 1983 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പാട്ടിന്റെ മൂഡ് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു വോയിസ് വേണമെന്ന് ഞാനന്ന് ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ ജേട്ടൻ വന്ന് പാടിക്കഴിഞ്ഞപ്പം അത് ടൈംലെസ് കൈൻഡ് ഓഫ് എ വോയിസ് ആണ്. ഇനി 1000 വർഷം കഴിഞ്ഞാലും ജേട്ടന്റെ വോയിസ് യങ്ങായി തന്നെ ഇരിക്കുമെന്ന് എനിക്കത് തോന്നി. തീർച്ചയായും ചേട്ടൻ ഓരോ വരി പാടിക്കഴിയുമ്പോഴും എന്റെ കണ്ണിൽ എന്താ പറയുക, കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇൻപുട്ട്, നമ്മൾ കമ്പോസ് ചെയ്ത പാട്ട് അദ്ദേഹം പാടുമ്പോൾ ഏതൊരു കമ്പോസറും ആ കമ്പോസിഷൻ ചെയ്തതിൽ അഭിമാനിക്കുന്ന രീതിയിൽ ആ ഒരു കമ്പോസിഷനെ ആ പ്രേക്ഷകരിലോട്ട് എത്തിക്കാനുള്ളൊരു വലിയൊരു കഴിവുള്ള ഒരു സിംഗറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആത്മാവിന് എന്നും ശാന്തി നൽകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് ദുഃഖമുണ്ട്. തീർച്ചയായും വളരെ നന്ദി ഗോപി സുന്ദർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഒരുപാട് ഓർമ്മകൾ പി ജയചന്ദ്രനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സംഗീത ലോകത്തെ സംഗീത സംവിധായകർക്കുണ്ട്, ഗായകർക്കുണ്ട്. അദ്ദേഹത്തിന് പ്രായം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ ബാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പ്രായത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ആ പാട്ടിലൂടെ അദ്ദേഹത്തിൻ്റെ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ കേട്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രായം അറിയാത്ത രീതിയിലായിരുന്നു ആ ശബ്ദം. പ്രായത്തിന് അതീതമായ ശബ്ദം എന്ന് വേണമെങ്കിൽ വിലയിരുത്താനാകും. പുതുതലമുറ സംഗീതാസ്വാദകരുടെയും പ്രിയ ഗായകൻ തന്നെയാണ് ജയചന്ദ്രൻ.